everyone, it's me Sabita Charles from Pothurans. നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ ത്രെഡ് കൗണ്ട് 40s by 40s ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ അറിവിലേക്ക് പറയാണ്. 60s by 60s എന്നും 40s by 40s എന്നൊക്കെ പറയുമ്പോൾ ത്രെഡ് കൗണ്ട് ആണ്. താഴോട്ട് വരുന്തോറും തിക്നെസ് കൂടി വരുന്ന ഇതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ 60സിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയ ഫാബ്രിക്കാണ് എന്ന് വെച്ച് പടപടാന്ന് നിൽക്കുന്നതല്ല. നമ്മളിപ്പോൾ അത് സാധാരണയായിട്ട് നമുക്കൊരു നൈറ്റിക്കൊക്കെ അധികം പോകുന്നത് ഈ ഒരു ഫാബ്രിക്കാണ്. പക്ഷേ ഇത് നൈറ്റിക്ക് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്തി ഇത് വെച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡിസൈനർ വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ടോപ്പും ബോട്ടും ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ഫാബ്രിക്. 109 രൂപയിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 44 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ഇതിനകത്തൊരു ബ്ലാക്കിൻ്റെ തന്നെ കോമ്പിനേഷനിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സും സെയിലിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8891270225 കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കളക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു മെറൂൺ കളറിലേക്ക് ജാലി പാറ്റേണിലുള്ളതാണ്. ഇതിനകത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്രിൻറ്റും അതുപോലെ ഫ്ലോറൽ പാറ്റേണിലും ഒക്കെ ഉള്ളതാണ്. എല്ലാ ഫാബ്രിക്കിനും അകവും പുറവും ഉണ്ടല്ലോ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് ഇതിൻ്റെ പ്രിൻറ്റ് പോകുന്നത്. നമ്മളെ കണ്ട ബോർഡർ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലോ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. ക്യാമ്പ്രിക്കിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമ്പ്രിക്ക് വരുമ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലേക്കാണ് വരിക. ഇത് കുറച്ചും കൂടി ഒരു പരിപരുത്ത ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ. ഈ 40s ആവുന്ന ആർക്കും തന്നെ കോട്ടൺ ആണോ എന്നുള്ള ഡൗട്ട് വരില്ല, കാരണം അതേ ഫീലിങ്ങിലാണ്. പക്ഷേ ക്യാമ്പ്രിക്ക് വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ പറയാറുണ്ട് ഇത് കോട്ടൺ അല്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ ബേൺ ചെയ്ത് നോക്കിയാൽ മതി. അത് കോട്ടൺ അല്ലെങ്കിൽ അത് ആഷ് വരുന്നത് ഒരു ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടായിരിക്കും. കോട്ടൺ ആണെങ്കിൽ പൗഡർ ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൺ ഫാബ്രിക് കോട്ടൺ തന്നെ മാത്രം പറഞ്ഞാണ് വിൽക്കാറുള്ളത്. അതുപോലെ തന്നെ പോളിസ്റ്റർ മിക്സ് വരുമ്പോൾ അത് പോളിസ്റ്റർ മിക്സ് ആണെന്നും പറയാറുണ്ട് കേട്ടോ. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ഇക്കട്ട് സ്റ്റൈലിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഇതിപ്പോൾ ആദ്യം കണ്ട ഡിസൈൻ ടോപ്പും ഇത് വേണമെങ്കിൽ ബോട്ടവുമായിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും ഈ ഒരു മെറൂൺ കളറിനകത്തേക്ക് ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റ് വരുന്ന ഒരു ഫാബ്രിക് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. 109 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് പെർ മീറ്റർ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ബ്ലാക്കിനകത്ത് ഒരു ജാലി പാറ്റേണിലുള്ള പ്രിൻ്റാണ് പോകുന്നത്. ഈ ബ്ലാക്കിനകത്തേക്ക് ആദ്യം കണ്ടത് മെറൂണിനകത്തേക്ക് ബ്ലാക്ക് പ്രിൻ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ബ്ലാക്കിനകത്തേക്ക് മെറൂൺ കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ. 109 രൂപയിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ ഒരു ഡിസൈൻ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മളിത് മാത്രമായിട്ട് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ആദ്യം കണ്ട ഒരു ഇക്കട്ട് സ്റ്റൈലിലുള്ള പ്രിൻ്റ് ബ്ലാക്കിനകത്തും അവൈലബിൾ ആണ്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 109 രൂപയാണ്. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് 40s by 40s ആയിട്ടുള്ള പ്യുവർ ജയ്പൂർ കോട്ടൻ്റെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. 109 രൂപ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അവൈലബിൾ ആ. 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.